അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എത്തിക്കൽ റിഫോർമേഷൻ ഓഫ് മോഡേണിറ്റി, കൺസ്ട്രക്റ്റീവ് ഇൻസൈറ്റ്സ് ഫ്രം ത്വഹ അബ്ദുറഹ്മാൻ എന്നതാണ് എൻ്റെ ടോപ്പിക്ക്. ഞാനാദ്യമായി ഈ ഒരു സമയത്ത് ഒരു പേപ്പർ പ്രസൻറ്റേഷൻ കൂടി നടത്തി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ തുടങ്ങുകയാണ്. ഈ സ്റ്റഡിയിലേക്ക് വരുമ്പോൾ റിഫോമിംഗ് മോഡേണിറ്റി, എത്തിക്സ് ആൻഡ് ദ ന്യൂ ഹ്യൂമൺ എന്ന വായിൽ ഹല്ലാക്കിൻ്റെ ഒരു സ്റ്റഡിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പേപ്പർ അവതരിപ്പിക്കുന്നത്. അതായത് അദ്ദേഹം വായിൽ ഹല്ലാക്ക് ത്വഹ അബ്ദുറഹ്മാനെ കുറിച്ച് നടത്തിയ അദ്ദേഹത്തിൻ്റെ മോഡേണിറ്റിയോടുള്ള കാഴ്ചപ്പാടിനെ കുറിച്ച് നടത്തിയ ഒരു കൃതിയെ ബേസ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇൻ്റലക്ച്വൽ ലാൻഡ്സ്കേപ്പ് ഓഫ് അറബ് ഇസ്ലാമിക് ട്രഡീഷൻ അഭിമുഖീകരിച്ച വളരെ വലിയ ഒരു പ്രതിസന്ധിയായിരുന്നു മോഡേണിറ്റിയോട് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത്. അതിന് വളരെ റിഗറസ് ആയിട്ടുള്ള അതിസൂക്ഷ്മമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു മൊറോക്കൻ ഫിലോസഫറാണ് ത്വഹ അബ്ദുറഹ്മാൻ. ത്വഹ അബ്ദുറഹ്മാൻ്റെ ഒരു ചെറിയ ബയോഗ്രഫി നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഫ്രഞ്ച് അധിഷ്ഠിത മൊറോക്കോയിൽ 1944 ജനിക്കുന്നു. പിന്നീട് വിദ്യാഭ്യാസങ്ങൾക്കൊക്കെ ശേഷം, പ്രാഥമിക വിദ്യാഭ്യാസങ്ങൾക്കും മറ്റും ശേഷം ഫ്രാൻസിൽ പോയി 2 ഡോക്ടറേറ്റുകൾ അദ്ദേഹം കരസ്ഥമാക്കുന്നുണ്ട്. അതേപോലെ തന്നെ തൻ്റെ വസന്ത യൗവന കാലത്ത് കവിതകളിലൂടെ ദർശനം പകർന്ന ഒരാളായിരുന്നു ത്വഹ അബ്ദുറഹ്മാൻ. ഒരു അറിയപ്പെട്ട എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ കൂടി വളർന്നു വരുന്നതിനിടെയാണ് 1967 നടന്ന 6 Days വാർ അദ്ദേഹത്തെ ഇരുത്തി ചിന്തിക്കുന്നത്. അതായത് ഇസ്രായേലിനോട് അറബികൾ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് അന്നുണ്ടായത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആയുധപരമായി ഏതായാലും വെസ്റ്റിന് മുമ്പിൽ ഇസ്ലാം പരാജയപ്പെട്ടു കഴിഞ്ഞു. ഇനി ഇൻ്റലക്ച്വലി അല്ലെങ്കിൽ ഫിലോസഫിക്കൽ കാര്യങ്ങളിൽ കൂടി പരിപൂർണമായി വെസ്റ്റിന് മുമ്പിൽ കീഴൊതുങ്ങാൻ ഇസ്ലാമിന് പറ്റില്ല എന്നൊക്കെയുള്ള ഒരു ചിന്തകളിലേക്ക് അദ്ദേഹം പിന്നീട് കടക്കുകയും അതിനെ തുടർന്നുള്ള സ്റ്റഡികളിലേക്ക് അദ്ദേഹം നീങ്ങുകയാണ് ചെയ്യുന്നത്. ലാംഗ്വേജ് ഓഫ് ഇമോഷന് പകരം ലാംഗ്വേജ് ഓഫ് എത്തിക്സിലേക്കാണ് ഞാനിനി ഫോക്കസ് ചെയ്യുക എന്നൊക്കെ അദ്ദേഹം തൻ്റെ കൃതികളിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെസ്റ്റേൺ എപ്പിസ്റ്റമിക് പ്രഷറിനെ മറികടക്കാൻ വേണ്ടി ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചറൽ ഫിലോസഫി മുന്നോട്ട് വെക്കുകയാണ് ത്വഹ അബ്ദുറഹ്മാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും മോഡേണിറ്റിയെക്കുറിച്ചാണ് ചർച്ച. മോഡേണിറ്റിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ കടന്നു വന്നതുകൊണ്ട് തന്നെ നമ്മൾ പൊതുവെ ഈ 2 ദിവസങ്ങളിലായിട്ട് ചർച്ച ചെയ്ത പല കാര്യങ്ങളുടെയും ഒരു ആകത്തുക ഇതിൽ കാണാൻ സാധിക്കും. അപ്പോൾ മോഡേണിറ്റി വിശദീകരിക്കേണ്ടതില്ല. 19ാം നൂറ്റാണ്ടോടുകൂടി ലോകത്ത് വ്യാപകമായ ഒരു പ്രതിഭാസമാണ് യുക്തി, റീസൺ അഥവാ അല്ലെങ്കിൽ സയൻസ്, പിന്നെ പ്രോഗ്രസീവ്നെസ്, ഇൻഡിവിജ്വൽ ഫ്രീഡം തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് മോഡേണിറ്റി കടന്നു വരുന്നത്. മോഡേണിറ്റിയുടെ ഒരു പ്രധാന ഘടകമായി അല്ലെങ്കിൽ അതിൻ്റെ എസെൻസിൽ തന്നെ അടങ്ങിയിട്ടുള്ള ഒന്നായി ട്രഡീഷനെ മാറ്റി നിർത്തുക, അതോറിറ്റിയെ മാറ്റി നിർത്തുക എന്നുള്ള ഘടകം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം അറബ് ഇസ്ലാമിക് ട്രഡീഷനിൽ 19ാം നൂറ്റാണ്ടിൽ കടന്നു വന്നപ്പോൾ എന്താണ് ഉണ്ടായത് എന്നതിനെ ത്വഹ അബ്ദുറഹ്മാൻ എപ്പിസ്റ്റമിക് റപ്ചർ അഥവാ വിജ്ഞാനപരമായ ഒരു വിഘടനം എന്നുള്ള ഒരു വിള്ളൽ എന്നൊക്കെയുള്ള ഒരു ടേം ഉപയോഗിക്കുന്നുണ്ട്. ആ ടേം കേട്ടിട്ട്, അതായത് സിമ്പിളായിട്ട് ആ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നമ്മൾ സങ്കല്പിക്കുക, പെട്ടെന്ന് ഒരു ദിവസം അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ മാറിമറിയാം. നമുക്ക് ചുറ്റുമുള്ള വിജ്ഞാനപരമായ ഉറവിടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ മാറിമറിയാം. ലൈബ്രറികൾ, അതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോടതികൾ, നിയമവ്യവസ്ഥകൾ, ഈ കാര്യങ്ങളൊക്കെ മാറിമറിഞ്ഞ് പുതിയൊരു വ്യവസ്ഥ സംജാതമാകുന്ന ഒരു സാഹചര്യം സങ്കല്പിച്ച് നോക്കുക. അത് ഒരിക്കലും ഒരു കേവല രാഷ്ട്രീയമായ മാറ്റം മാത്രമല്ല, മറിച്ച് വളരെ സ്ട്രക്ചറലായി നൂറ്റാണ്ടുകളായി കൈമാറി പോന്നിരുന്ന സാഹചര്യങ്ങൾക്കൊക്കെയുള്ള ഒരു മാറ്റം സംഭവിക്കലായിരുന്നു. അപ്പോൾ ഒന്നും കൂടി ഈ അറബ് ട്രഡീഷനെ എങ്ങനെയാണത് ബാധിച്ചതെന്ന് ചോദിച്ചാൽ, തീർച്ചയായും അറബ് ട്രഡീഷൻ, അറബ് ഇസ്ലാമിക് ട്രഡീഷൻ, ഇസ്ലാമിക ശരീഅത്ത് എന്നുള്ള ഒരു അതിലൂന്നിയിട്ടാണ് മുന്നോട്ട് പോവുക. അപ്പോൾ ഒരു ഉദാഹരണത്തിനാണ് വഖഫ്. വഖഫിൻ്റെ മാറിമറിയൽ അതിന് നല്ലൊരു ഉദാഹരണമാണ്. 1828 വഖഫിൻ്റെ നിയമ ഭേദഗതികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വഖഫ് എന്ന് പറയുമ്പോൾ സാധാരണ നാം ചിന്തിക്കുക പള്ളിയുമായി ബന്ധപ്പെട്ട എന്തോ കുറച്ച് കാര്യങ്ങൾ എന്നുള്ള നിലക്ക്. എന്നാൽ വഖഫ് എന്നാൽ ആശുപത്രികളാണെങ്കിൽ അതല്ലെങ്കിൽ മറ്റു കോടതികൾ,
ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നടന്നു പോയിരുന്നത് വഖഫിനാലായിരുന്നു. ഈവൻ റോഡുകൾ പാലങ്ങളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ വഖഫിൻ്റെ മുഖേനയായിരുന്നു. അപ്പോൾ ഇനി അതല്ല, ഒരു ഗ്രന്ഥകാരൻ ഒരു പുസ്തകം രചിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നൽകുന്ന സഹായം, പിന്നെ ആ പുസ്തകം രചിച്ചു കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കുന്ന ലൈബ്രറി, പിന്നെ അത് പഠിപ്പിക്കപ്പെടുകയാണെങ്കിൽ അവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വഖഫിനാലായിരുന്നു നടന്നു പോന്നിരുന്നത്. ഇതൊക്കെ ഒറ്റയടിക്ക് മാറി മറിയാണ്. ചുരുക്കി പറഞ്ഞാൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അറിവ്, അതിൻ്റെ ഉൽപ്പാദനവും അതിൻ്റെ കൈമാറലും ഒക്കെ പരിപൂർണമായി മാറി മറിയാണ്. ഇതിനെയാണ് വായിൽ ഹല്ലാക്ക് ഒരു സിസ്റ്റമാറ്റിക് ഒരു അടിച്ചമർത്തൽ എന്നുള്ള രൂപത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒരു വലിയ പ്രതിസന്ധിയായിട്ട് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കമ്പ്യൂട്ടിംഗ് സിസ്റ്റം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് അതിൽ പിന്നെ പഴയ ഫയലുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല, പുതിയ ഫയലുകൾ മാത്രം വർക്ക് ചെയ്യുന്നതും എന്നതുപോലത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയെ എങ്ങനെയാണ് അറബ് ചിന്തകർ നോക്കിക്കണ്ടത് എന്ന് നോക്കുമ്പോൾ അവർ വലിയൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടു. അതായത് ഇത്തരത്തിലുള്ള ആശയങ്ങളോട് ഏത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതിൽ വലിയ ആശങ്കകളുണ്ടായി. അപ്പോൾ ചില പണ്ഡിതന്മാർ, ഒരു കൂട്ടം പണ്ഡിതന്മാർ, വെസ്റ്റിന് മുമ്പിൽ ഒരിക്കലും ഇസ്ലാം തലകുനിച്ച് നിൽക്കരുത്, വെസ്റ്റ് മുന്നോട്ട് വെക്കുന്ന നമ്മൾ പറഞ്ഞ യുക്തി, അതേപോലെ ഇൻഡിവിജ്വൽ ഫ്രീഡം, പ്രോഗ്രസ്, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അതിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് പോകുന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. നേരത്തെ ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെയുള്ള വെസ്റ്റിന് അനുഗുണമായി എങ്ങനെ ഇസ്ലാമിനെ തജ്ദീദ് ചെയ്യാം എന്നുള്ള രൂപത്തിലുള്ള ചർച്ചകളുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ നടത്തിയ ചില പണ്ഡിതന്മാരാണ് ഇവിടെ സാറ് പറയുകയുണ്ടായി. അൽ ജാബിരിയെ കുറിച്ച്, അതേപോലെ തന്നെ അബൂ സയ്ദ്, ഇങ്ങനത്തെ കുറച്ച് പണ്ഡിതന്മാർ. ഈ ത്വാഹ അബ്ദുറഹ്മാൻ പ്രധാനമായിട്ട് വിമർശനത്തിൽ ഉൾപ്പെടുത്തുന്നത് ഈ പറഞ്ഞ മുഹമ്മദ് ആബിദ് അൽ ജാബിരിയാണ്. അപ്പോൾ മുഹമ്മദ് ആബിദ് അൽ ജാബിരി ഇങ്ങനെ ഇസ്ലാമിലും യുക്തിയുണ്ട്, ഇസ്ലാമും യുക്തിയെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തൊരു പണി എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിക് ട്രഡീഷനെ മൊത്തമായി പരിഗണിച്ച് അതിനെ 3 ഭാഗങ്ങളാക്കി തിരിച്ചു. ഒന്ന് അതിൻ്റെ അക്കല്, അല്ലെങ്കിൽ അതിന് ബുർഹാൻ എന്ന് പറയുമ്പോൾ തെളിവ്. അപ്പോൾ ഈ തെളിവ്, ഇസ്ലാമിക ട്രഡീഷൻ്റെ തെളിവ് എന്നുള്ളത് അരിസ്റ്റോട്ടിലിയൻ യുക്തിയുമായിട്ട് കൂട്ടിക്കെട്ടി അങ്ങനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു. പിന്നെ അദ്ദേഹം വർഗീകരിച്ച മറ്റൊരു രണ്ടാമത്തെ ഭാഗം എന്നുള്ളത് ബയാനാണ്. ബയാൻ എന്നുള്ളത് കേവലം ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട കുറച്ച് സാഹിത്യങ്ങൾ എന്നുള്ള തരത്തിൽ അദ്ദേഹം വ്യാഖ്യാനിച്ചു. മറ്റൊന്ന് ഇർഫാൻ എന്ന് പറയുമ്പോൾ ഈ സൂഫി ട്രഡീഷനിലൂടെ നമുക്ക് കിട്ടുന്ന കുറേ ജ്ഞാനപരമായ കാര്യങ്ങളാണ്. അഥവാ ശരീഅത്ത് അനുഭവിച്ച് അത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് എത്തുന്ന യഖീന് പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം ആത്മജ്ഞാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ ട്രഡീഷൻ്റെ മറ്റൊരു ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞത്. ഇതിനെ ഇങ്ങനെ വർഗീകരിച്ചതിന് ശേഷം ഈ ജാബിരി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു 3ാമത്തെ ഭാഗത്തിനെ, ഈ ഇർഫാൻ എന്നുള്ള കാര്യത്തിനെ പരിപൂർണമായി തള്ളിക്കളഞ്ഞു. ഇത് യുക്തിയോട് ചേരുന്നതല്ല, ഇത് യുക്തിക്ക് യോജിക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ട്രഡീഷനെ പരിപൂർണമായി തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഇതിനെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വീക്ഷണമാണ് ത്വാഹ അബ്ദുറഹ്മാൻ മുന്നോട്ട് വെക്കുന്നത്. അതായത് വെസ്റ്റിന് അനുയോജ്യമായ ചില കാര്യങ്ങൾ മാത്രം പരിഗണിച്ച് ബാക്കിയുള്ളതിനൊക്കെ പരിപൂർണമായി തള്ളിക്കളയുന്ന ഒരു രീതി, അതൊരിക്കലും ശരിയല്ല എന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ പാരമ്പര്യമായി ഒരു സമൂഹം ഭക്ഷിച്ചു പോരുന്ന ഭക്ഷണം, അതിനെക്കുറിച്ച് ചില വെസ്റ്റേൺ ഡോക്ടേഴ്സ് പറയുകയാണ് ഇന്ന പ്രോട്ടീനൊക്കെ ഉപകാരമുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ പ്രോട്ടീൻ മാത്രം സ്വീകരിച്ച് ബാക്കിയുള്ള വൈറ്റമിൻസും അതേപോലെ തന്നെ ഫാബ്രിക്സൊക്കെ എടുത്ത് ഒഴിവാക്കി കളയാം. ഇതേപോലത്തെ ഒരു പണിയാണ് ജാബിരിയെ പോലുള്ളവർ തജ്ദീദിന് വേണ്ടി ചെയ്തത് എന്നാണ് ത്വാഹ അബ്ദുറഹ്മാൻ വിമർശിക്കുന്നത്. ഇനി ഇതിനെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നുള്ളതാണ് മറ്റൊരു വിഷയം. അതായത് ഈ മോഡേണിറ്റിയോടെ എങ്ങനെയാണ് നാം സ്വീകരിക്കേണ്ടത് എന്നതിലേക്ക് സ്പെസിഫിക്കായി വരുമ്പോൾ, അദ്ദേഹം മോഡേണിറ്റിയെ 2 തരങ്ങളാക്കി തിരിക്കുകയാണ്. മോഡേണിറ്റിക്ക് ഒരു റൂഹുണ്ട്, അഥവാ അതിൻ്റെ സ്പിരിറ്റുണ്ട്, പിന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ വശമുണ്ട്, അതിൻ്റെ വാക്കയിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള തരമുണ്ട്.
അപ്പോൾ ഈ രണ്ട് തരങ്ങളാക്കി തിരിച്ചിട്ട് വെസ്റ്റിന് നാം കാണുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വെസ്റ്റേൺ മോഡേണിറ്റിക്ക് എന്തൊക്കെ പ്രതിസന്ധികളാണ് നാം കാണുന്നത്, അതൊക്കെ അതിൻ്റെ അപ്ലിക്കേഷൻ ലെവലിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളുമായിട്ട് അദ്ദേഹം പറയണം. അതായത് ഇപ്പോൾ വെസ്റ്റേൺ മോഡേണിറ്റി പ്രധാനമായിട്ടും അതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അത് മെറ്റീരിയലിസ്റ്റാണ്, അത് ഭൗതികവാദത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ അത് ഇൻഡിവിജ്വലിസത്തിലും അഥവാ പരിപൂർണമായ സ്വാർത്ഥതയിലും ഒതുങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ബേസ് ചെയ്തതുകൊണ്ട് തന്നെ മോഡേണിറ്റി എന്നുള്ളത് നാം ചിന്തിക്കുമ്പോൾ അത് മനുഷ്യനെ ഡിസ്കണക്റ്റഡ് മാൻ എന്നുള്ള ഒരു രീതിയിലേക്ക് തള്ളിവിടുന്നുണ്ട്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിലും പ്രസക്തമായ മനുഷ്യന് ആത്മീയമായും അല്ലെങ്കിൽ സ്പിരിച്വലായും പിന്നെ ധാർമ്മികപരമായി എത്തിക്കലായിട്ടൊന്നും മനുഷ്യനൊരു ഡിസ്കണക്റ്റഡ് ഫീലിംഗ് അനുഭവിക്കുന്ന ഒരു സാഹചര്യം മനുഷ്യനുണ്ടാകുന്നു. അപ്പോൾ ഇതുപോലെ വെസ്റ്റേൺ മോഡേണിറ്റി കൊണ്ട് നാം പറയുന്ന പ്രയാസങ്ങളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് വശങ്ങളൊക്കെ ഈ മോഡേണിറ്റിയുടെ അപ്ലിക്കേഷൻ വന്ന പ്രശ്നമാണ്. വെസ്റ്റ് അതിനെ തെറ്റായി അപ്ലൈ ചെയ്തത് കൊണ്ടുള്ള പ്രശ്നമാണ് എന്നാണ് ത്വഹ അബ്ദുറഹ്മാൻ പറയുന്നത്. ഇനി ഇതിൻ്റെ യഥാർത്ഥ സ്പിരിറ്റ്, മോഡേണിറ്റിയുടെ യഥാർത്ഥ റൂഹ് എന്നാൽ എന്താണെന്ന് അദ്ദേഹം വിശദീകരിക്കുമ്പോൾ 3 പ്രധാന തൂണുകളിൽ ഉറച്ചു നിൽക്കുന്നതാണ് മോഡേണിറ്റിയുടെ യഥാർത്ഥ സ്പിരിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ റൂഹ്. ആ 3 കാര്യങ്ങൾ ഏതാണെന്ന് നോക്കിയാൽ, ഒന്ന്, എല്ലാ കാര്യത്തിനും നമുക്ക് തീരുമാനം എടുക്കുമ്പോൾ ഒരു റാഷണൽ ഓട്ടോണമി വേണം. അതായത് മറ്റൊന്നിനെയും മറ്റൊരാളുടെ പ്രഷറിൽ ഉൾക്കൊണ്ടുകൊണ്ടല്ല നാം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ യുക്തി ഉപയോഗിച്ച് നമുക്ക് സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സാഹചര്യം വേണം. അതിനാണ് റുഷ്ദ് എന്നുള്ള ഒരു കാര്യം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതാണ് ഒരു കാര്യം. ഇനി രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ അത് ക്രിട്ടിക്കൽ എക്സാമിനേഷനാണ്. നഖ്ദ് എന്നാണ് അദ്ദേഹം അതിന് പറയുന്ന ഒരു ടെർമിനോളജി. അതായത് എല്ലാ കാര്യങ്ങളെയും യുക്തി ഉപയോഗിച്ചുകൊണ്ട് എക്സാമിൻ ചെയ്യുക, അങ്ങനെ മുന്നോട്ട് പോകാം. പിന്നെ മൂന്നാമത്തൊന്നാണ് ഷുമൂൽ എന്നുള്ളത്. ഷുമൂൽ എന്നാൽ ചുരുക്കി പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും, നന്മയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളൊരു ആശയം. അപ്പോൾ ഈ 3 ആശയങ്ങളാണ് മോഡേണിറ്റിയുടെ യഥാർത്ഥ സ്പിരിറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞു വെച്ചത് മൊത്തത്തിൽ മോഡേണിറ്റി അറബ് ലോകത്തേക്ക് കടന്നു വന്നപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികളാണ് ഉണ്ടായത്, അതിന് എങ്ങനെയാണ് ഇസ്ലാമിക പണ്ഡിത സമൂഹം ഒരു വിഭാഗം സ്വീകരിച്ചത്, അങ്ങനെ സ്വീകരിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണ്, എങ്ങനെയാണ് പരിഹാരം കാണേണ്ടത് എന്നുള്ള ചർച്ചയിലാണ്. അപ്പോൾ പരിഹാരം കാണുമ്പോൾ മോഡേണിറ്റിയുടെ 2 ഭാഗങ്ങളാക്കി. ഒന്ന് അതിൻ്റെ അപ്ലിക്കേഷൻ, മറ്റൊന്ന് അതിൻ്റെ സ്പിരിറ്റ് ഒറിജിനൽ, അതിൻ്റെ എന്താണ് എന്നുള്ള അതിൻ്റെ റൂഹ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് അതിൻ്റെ റൂഹ് എന്ന് പറയുന്നത്. ഒന്ന്, യുക്തിപരമായിട്ട് നമ്മൾ സ്വയം തീരുമാനം എടുക്കാനുള്ള ഒരു ഓട്ടോണമി കരസ്ഥമാക്കുക. പിന്നെ മറ്റൊന്ന് യുക്തിപരമായി എക്സാമിൻ ചെയ്യുക. മറ്റൊന്ന് നന്മയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും എത്തിക്കുക എന്നുള്ള ഈ 3 കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു സ്പിരിറ്റിൽ ഊന്നി നിന്നുകൊണ്ടായിരിക്കണം നാം പുതിയ തലമുറയിലേക്ക് ഇസ്ലാമിന് അനുഗുണമായ തരത്തിൽ മോഡേണിറ്റിയെ അപ്ലൈ ചെയ്യുക. ഇതാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു പരിഹാരം. അതായത് പാരമ്പര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഈ ഇസ്ലാമിക മോഡേണിറ്റിയുടെ ഒരു നിർമ്മാണം, അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഈ സ്പിരിറ്റിനെ നല്ല രൂപത്തിൽ അപ്ലൈ ചെയ്യുക, ഇസ്ലാമിന് അനുകൂലമാകുന്ന രൂപത്തിൽ അപ്ലൈ ചെയ്യുക. അതിനെ മോശമായ രൂപത്തിൽ അപ്ലൈ ചെയ്തത് കൊണ്ടാണ് വെസ്റ്റേൺ മോഡേണിറ്റിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ടായത്. അപ്പോൾ ഈ തുറാസിൽ അടിയുറച്ച് നിൽക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹം തുറാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പൊതുവെ മനുഷ്യരുടെ അസ്തിത്വപരമായ ഒരു കാര്യം അല്ലെങ്കിൽ ഐഡൻറ്റിറ്റിക്ക് പാരമ്പര്യം അത്യാവശ്യമാണ് എന്നൊക്കെയുള്ള ചർച്ചകൾ അദ്ദേഹം പറയുന്നുണ്ട്. ഈ തുറാസിനെ നോക്കി കാണേണ്ടത് ഒരു മുസ്ലിമിൻ്റെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ടെക്സ്ച്വലും ബിഹേവിയറലുമായ എല്ലാ കാര്യങ്ങളുടെയും ആകത്തുക. അതായത് മുസ്ലിങ്ങൾ കൈമാറി വരുന്ന തുറാസ് ഗ്രന്ഥങ്ങളുണ്ടാകും, അതാണ് ടെക്സ്ച്വൽ കാര്യങ്ങൾ. അതല്ലാതെ തന്നെ ബിഹേവിയറൽ കാര്യങ്ങളുണ്ടാകും, പരമ്പരാഗതമായി കൈമാറി പോരുന്ന മറ്റ് ആചാരങ്ങൾ. അപ്പോൾ ഇതിനെ മൊത്തത്തിലാണ് തുറാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തുറാസിൽ ഊന്നി നിന്നുകൊണ്ട് മോഡേണിറ്റിയുടെ സ്പിരിറ്റിനെ അനുകൂലമായ രൂപത്തിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത് എന്നാണ് ത്വഹ അബ്ദുറഹ്മാൻ പറയുന്നത്. ഈ തുറാസിനെ അതിൻ്റെ ഒരു മൊത്തം സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ മെത്തഡോളജി എന്നുള്ള രൂപത്തിൽ നാം പരിഗണിക്കുമ്പോൾ അങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. പിന്നെ ഈ തുറാസിനെ
കൂടുതൽ അവലംബിക്കാനുള്ള കാരണം, അതായത് നാം മുന്നോട്ട് വെക്കുന്നത് ഒരു ഭാവി കാലത്ത് വരാനിരിക്കുന്ന എന്തോ ഒരു ഒട്ടോപ്യ എന്നുള്ള സ്വപ്നമല്ല, മറിച്ച് ഭൂതകാലത്ത് കഴിഞ്ഞു പോയ ഒരു മാതൃകാ ലോകമാണ്. അതായത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം, അതാണ് ഉത്തമ സമുദായം എന്നറിയപ്പെടുന്നത്. ആ ഒരു കാലഘട്ടത്തെ എന്തൊക്കെയാണ് സ്വീകരിച്ചത്, അതിൻ്റെ ഒരു പുതിയ കാലത്തുള്ള അപ്ലിക്കേഷനാണ് നാം ലക്ഷ്യം വെക്കുന്നത്. മോഡേണിറ്റിയുടെ പോലെ അത് ഭാവി കാലത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ള സങ്കല്പം അല്ല. അപ്പോൾ മോഡേണിറ്റിയുടെ ഈ ഒരു പ്രശ്നം, അതായത് ഭാവി കാലത്ത് ഇന്നതുണ്ടാകും, മോഡേണിറ്റി എന്തിനാണെന്ന് വെച്ചാൽ അത് മെറ്റീരിയലിസ്റ്റായിട്ടുള്ള മാറ്റങ്ങൾ മനുഷ്യരിൽ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ഇത് പരിപൂർണമായിട്ട് ഒരു മരീചികയാണ് എന്നുള്ളൊരു സങ്കല്പം കാണാൻ കഴിയും. ഇനി നാം ഇവിടെ മോഡേണിറ്റിയുടെ സ്പിരിറ്റ് പറഞ്ഞപ്പോൾ അതിൽ റീസൺ എന്നുള്ളത്, യുക്തി എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒന്നായിട്ട് പറഞ്ഞു. അതിന് 3 ഘടകങ്ങൾ പറഞ്ഞപ്പോൾ രണ്ടിലും യുക്തി ഉപയോഗിച്ച് ചെയ്യാനുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ യുക്തിയെ എങ്ങനെ നോക്കി കാണണം എന്നുകൂടി ത്വാഹ അബ്ദുറഹ്മാൻ വിശദീകരിക്കുന്നുണ്ട്. യുക്തി എന്നതുകൊണ്ട് ത്വാഹ അബ്ദുറഹ്മാൻ യുക്തിയെ എങ്ങനെ നോക്കി കാണണം എന്ന് പറയാൻ വേണ്ടിയിട്ട് യുക്തിയെയും 3 ഘടകങ്ങളാക്കിയിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. യുക്തിയെ അദ്ദേഹം ഘടകങ്ങളാക്കുന്നത്, ഒന്ന് ഡെന്യൂട്ടഡ് റീസൺ, മറ്റൊന്ന് ഗൈഡഡ് റീസൺ, മറ്റൊന്ന് അതേപോലെ എൻഹാൻസ്ഡ് റീസൺ. ഈ 3 ഘടകങ്ങളാക്കി യുക്തിയെ തിരിക്കുകയാണ്. ഡെന്യൂട്ടഡ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരിക്കപ്പെട്ടത്, സ്ട്രിപ്ഡ് ഓഫ് എന്നൊക്കെ ഉള്ളൊരു അർത്ഥമാണ് ആ വാക്കിന് തന്നെ വരിക. അതായത് എത്തിക്സിൽ നിന്ന്, അതേപോലെ തന്നെ സ്പിരിച്വാലിറ്റിയിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെട്ട ഒരു റീസൺ. അഥവാ ഇത് കേവലം തിയറിറ്റിക്കലായിട്ടുള്ള ഒരു റീസൺ ആയിരിക്കും, തിയറിറ്റിക്കലായി കാര്യങ്ങൾ മനസ്സിലാക്കലായിരിക്കും, നേരിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകില്ല. ഇത്തരത്തിലുള്ള ഒരു റീസണാണ് വെസ്റ്റേൺ മോഡേണിറ്റി മുന്നോട്ട് വെക്കുന്നത് എന്നാണ് ത്വാഹ അബ്ദുറഹ്മാൻ പറയുന്നത്. അപ്പോൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വായിൽ ഹല്ലാക്ക് ഒരു ഉദാഹരണം പറയുന്നത്, ഇപ്പോൾ എനിക്ക് ഒരാളെക്കുറിച്ചറിയാം, എനിക്ക് അയാളെക്കുറിച്ചറിയാം, കാരണം ഞാൻ അയാളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ജ്ഞാനം, അതിനാണ് ഡെന്യൂട്ടഡ് റീസൺ എന്ന് ത്വാഹ അബ്ദുറഹ്മാൻ വിശദീകരിക്കുന്നത്. പിന്നെ മറ്റൊന്നാണ് ഗൈഡഡ് റീസൺ. ഇതേപോലെ അത് ഗൈഡഡ് റീസൺ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിന് വായിൽ ഹല്ലാക്ക് പറയുന്ന ഇതേപോലത്തെ ഉദാഹരണം, എനിക്ക് ഇന്നയാളുമായിട്ട് ഇടപാട് നടത്തുന്നത് കൊണ്ട് ഇന്ന ഉപകാരങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ അദ്ദേഹമായിട്ട് ഇടപാടുകൾ നടത്താറുണ്ട്, അങ്ങനെ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയാം. ഈ തരത്തിലുള്ള ഒരു കാര്യമാണ് ഗൈഡഡ് റീസൺ കൊണ്ടുള്ള, അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന അറിവ്. അപ്പോൾ അത് ഒന്നും കൂടി എക്സ്പെരിമെൻ്റലായിട്ടുള്ള അറിവാണ്. പിന്നെ അതേപോലെ തന്നെ ഗൈഡഡ് എന്ന് പറയുമ്പോൾ നാം അവിടെ എന്തോ ഒന്നിനാൽ നയിക്കപ്പെടുന്നത്, സന്മാർഗത്താൽ നയിക്കപ്പെടുന്ന യുക്തി എന്നൊക്കെയാണ് അതിന് പറയുന്നത്. അതായത് ശർഇനാൽ നയിക്കപ്പെടുന്ന യുക്തി എന്നാണ് ത്വാഹ അബ്ദുറഹ്മാൻ അതുകൊണ്ട് വിശദീകരിക്കുന്നത്. ശർഇനാൽ നയിക്കപ്പെടുന്നത് പറയുമ്പോൾ ശർഅ അനുകൂലിക്കുന്ന കാര്യങ്ങളായിരിക്കണം, ശർഅ പറയുന്ന കാര്യങ്ങൾ എന്താണോ അത് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു സംശയം വരാൻ സാധ്യതയുണ്ട്, നാം ഇവിടെ പറഞ്ഞതൊക്കെ സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള കഴിവ് വേണം, ഇതൊക്കെയാണ് മോഡേണിറ്റിയുടെ സ്പിരിറ്റ്, ആ സ്പിരിറ്റ് ഉൾക്കൊള്ളണം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഒരു ഗൈഡിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ തീരുമാനം എടുക്കാനുള്ള ഒരു ചുരുക്കമല്ലേ എന്നൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ചർച്ച ഇന്നലത്തെ ഷരീഫ് സാറെ സെക്ഷനിൽ വന്നിരുന്നു. അതായത് ഇവിടെ ഗൈഡ് ചെയ്യുന്നത് ആണ്, ഗൈഡ് ചെയ്യപ്പെടുന്നത് നമ്മളാണ്. അപ്പോൾ ഇവിടെ ഗൈഡ് ചെയ്യുന്ന ആൾക്കല്ല അതിൻ്റെ ഉപകാരമുള്ളത്, മറിച്ച് ഗൈഡ് ചെയ്യപ്പെടുന്ന നമുക്കാണ് അതിൽ നിന്നുള്ള ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റീസണാണ് ഗൈഡഡ് റീസൺ. പിന്നെ ഒന്ന് എൻഹാൻസ്ഡ് റീസൺ, അഥവാ ഇത്തരത്തിലുള്ള ശർഈയായ കാര്യങ്ങൾ നാം പിൻപറ്റി ജീവിച്ചാൽ, ശർഈയായ കാര്യങ്ങൾ നാം പരിപൂർണമായി പിൻപറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മീയ ജ്ഞാനം, അല്ലെങ്കിൽ മാരിഫത്ത്, യഖീനി എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരു തരം റീസൺ, അതാണ് എൻഹാൻസ്ഡ് റീസൺ. അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് റീസണെ അദ്ദേഹം വ്യാഖ്യാനിച്ചത്. ബുദ്ധിയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത്, ബുദ്ധി എന്നുള്ളത് ഒരിക്കലും ഒരു തലച്ചോറിൻ്റെ ഒരു വിശേഷണം അല്ലെങ്കിൽ ഒരു ഘടകം മാത്രമല്ല, അത് നാം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. റീസൺ നാം ചെയ്യുന്ന ഒരു വർക്കാണ്, ഒരു പ്രാവർത്തികമായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്നുകൂടെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതായത് പുറത്തു നിന്നുള്ള പലതരത്തിലുള്ള
പ്രകോപനങ്ങളും അല്ലെങ്കിൽ നാം അറിയാതെ തന്നെ നമ്മെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും നാം തീരുമാനമെടുക്കുന്ന ഒരു പ്രവർത്തനത്തിനാണ് അദ്ദേഹം യുക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇവിടെ പറഞ്ഞു വെച്ചത് മോഡേണിറ്റിയെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതാണ്. മോഡേണിറ്റിയെ 2 ഭാഗങ്ങളായിട്ട് ത്വാഹാ അബ്ദുറഹ്മാൻ തിരിച്ചിട്ടുണ്ട്. ഒന്ന് അതിൻ്റെ സ്പിരിറ്റ്, മറ്റൊന്ന് അതിൻ്റെ അപ്ലിക്കേഷൻ. അതിൻ്റെ അപ്ലിക്കേഷൻ തെറ്റായി ചെയ്തത് കൊണ്ടാണ് വെസ്റ്റേൺ മോഡേണിറ്റിയിൽ പ്രശ്നങ്ങളുള്ളത്. അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ട് ഇസ്ലാമിക ധാർമ്മിക മൂല്യങ്ങൾക്കും ശരീഅത്തിനും അനുകൂലമായ രൂപത്തിൽ നാം അപ്ലൈ ചെയ്താൽ അത് നല്ലൊരു മോഡേണിറ്റിയോടുള്ള ഒരു ഇസ്ലാമിക് മോഡേണിറ്റി ക്രമീകരിക്കാനുള്ള രൂപമാകും. അപ്പോൾ ആ സ്പിരിച്വാലിറ്റി പറഞ്ഞ കൂട്ടത്തിൽ യുക്തിയെ പറഞ്ഞിരുന്നു. ആ യുക്തി എന്താണ് എന്നാണ് ഇവിടെ അവസാനമായിട്ട് വിശദീകരിച്ചത്. അപ്പോൾ അവസാനിപ്പിക്കണം. ഇതിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്, ട്രസ്റ്റീഷിപ്പ് പാരഡൈം. അതായത് മനുഷ്യനെ ഖലീഫായിട്ടാണ് അയച്ചത്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വ ബോധം മനുഷ്യന് ഭൂമിയിലുണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് മാത്രം ഒരു പേപ്പർ ഇവിടെ ഉണ്ട് എന്നതുകൊണ്ട് അതിലേക്ക് പിന്നെ കിടക്കുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളാണ് പറയുന്നത്. അസ്സലാമു അലൈക്കും.